എനിക്ക് സംശയമുള്ളത് വർക്കലയിൽ ഉള്ള വി ജോയിയുടെ കാര്യത്തിൽ മാത്രമാണ്. കാരണം അദ്ദേഹം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് ആ ചുമതല നിർവഹിക്കുക എന്ന മട്ടിൽ അതല്ലാത്ത മറ്റൊരു പേര് കൂടി അവിടെ ആലോചിക്കുമോ എന്നൊരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ എന്തായാലും അവസാനത്തെ ആലോചനയിൽ വി ജോയി തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം അവിടെയും മറ്റൊരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് ആലോചിച്ച് അവതരിപ്പിച്ച് വിജയിപ്പിച്ചു വരിക എന്നുള്ളത് കുറേ കൂടി റിസ്ക് ഉള്ള പണിയാണ്. ഇപ്പം നേമമണ്ഡലത്തിലെടുത്ത് നോക്കിയാൽ വി ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേര് ആ മട്ടിൽ ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാനില്ല. ഇപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വേഗത്തിൽ അവതരിപ്പിക്കാനില്ല. എന്നാൽ വി ശിവൻകുട്ടിയെ ആവട്ടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ പേരെടുത്തിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി പ്രാദേശികമായി എല്ലാ അർത്ഥത്തിലും എല്ലാ ആളുകൾക്കിടയിലും ഇടപെടാനുള്ള ശേഷിയുള്ള നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെ പരിഗണിക്കപ്പെടും. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് ആൻസലനെ പോലെയോ അതല്ലെങ്കിൽ സ്റ്റീവനെ പോലെയോ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ MLA-മാരെല്ലാം അരുവിക്കരയായാലും പാറശാലയായാലും നെയ്യാറ്റിൻകരയായാലും ഇതെല്ലാം ഈ മണ്ഡലങ്ങൾ നോക്കുന്ന MLA-മാരായി പേരെടുത്തിരിക്കുന്നു. മണ്ഡലം നോക്കുന്ന MLA-മാർ. കാട്ടാക്കട നോക്കിക്കഴിഞ്ഞാൽ IB സതീഷ് അല്ലാതെ മറ്റൊരു പേരിലേക്ക് എന്തായാലും എത്തില്ല. കാരണം IB സതീഷ് കാട്ടാക്കടയുടെ ഒരു പ്രതീകമായി ആ മട്ടിലാണ് അദ്ദേഹം വളർന്നത്. ഇപ്പോൾ കാട്ടാൽ ഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന വലിയ പരിപാടി, ഞാൻ പരിപാടി പങ്കെടുക്കാൻ പോയതാണ്, വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ വേറൊരു സ്വഭാവം കൂടിയുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ യശസ് ഉയർത്തുന്നവരോട് തിരുവനന്തപുരക്കാർക്ക് കുറച്ച് സ്നേഹം കൂടുതലാണ്. ഇപ്പോൾ VK പ്രശാന്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഇപ്പോൾ IB സതീഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തിൻ്റെ യശസ് ഉയർത്തുന്ന ആളുകൾ എന്നുള്ള പരിഗണന ഭയങ്കരമായിട്ട് അവർക്കുണ്ട്. പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെ വട്ടിയൂർക്കാവിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അവിടെ എന്താവും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ത്രികോണ മത്സരമാണ്, അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ പരീക്ഷണത്തിന് എന്തായാലും ഈ മണ്ഡലങ്ങളിലൊന്നും ഇവർ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പം തിരുവനന്തപുരം വിട്ട് മറ്റ് ജില്ലകളിലേക്ക് പോയാലും ഏതാണ്ട് സമാനമായ ആലോചനയിലേക്ക് തന്നെയായിരിക്കും CPIM ഇത്തവണ കടക്കുക. ചില ഇടത്ത് മാത്രം ഈ പറയുന്നത് പോലെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ പ്രാദേശികമായി ജില്ലാതലത്തിലൊക്കെ ഉണ്ടാകുന്ന വിഭാഗീയതയും താല്പര്യക്കുറവും പ്രാദേശികമായ പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ച് ചില ആളുകളെയൊക്കെ മാറ്റി നിർത്താനുള്ള ഇടപെടലും ശ്രമമൊക്കെ ഉണ്ടാകാം. അത് ജില്ലാതലത്തിൽ നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടായാലും സംസ്ഥാന തലത്തിലെത്തുമ്പോഴേക്ക് ആ നീക്കങ്ങൾ തടയപ്പെടും എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അടുത്ത ദിവസം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്.